ഇതിപ്പോഴേ ഹായ് ഫ്രണ്ട്സ്, ഒരു കുഞ്ഞു സാധനമാണ് ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ടി വി ഒക്കെ ചെയ്ത് മടുത്തപ്പോൾ ഒരു ചേഞ്ച്. ഇത് ഇംപെക്സിൻ്റെ ഒരു 2.1 ആണ് ഇംപെക്സിൻ്റെ. അപ്പം ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്നാണെന്ന് കേൾപ്പിച്ചു തരാം. ഇത് എല്ലാവരുടെയും ഒരു പരിപാടിയാണ്. കോഡ് വെയർ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിയുമ്പോൾ അന്നേരം കോഡ് വെയർ കട്ട് ചെയ്ത് നോക്കും. കോഡ് വെയർ പോയതാണെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഷോക്കടിക്കാതിരിക്കാൻ ഞാൻ തന്നെ ചുറ്റിയെടുത്തിരിക്കുക. കോഡ് വെയർ കണ്ടിച്ചോളെ. കോഡ് വെയർ ഒന്നും അങ്ങനെയൊന്നും പോയതാ. കംപ്ലൈൻ്റൊക്കെ വരുന്നത് കമ്പോണൻസിലാണ്. ആദ്യം അത് മനസ്സിലാക്കുക. പിന്നെ കുഴപ്പമില്ല, ഒരാകാംക്ഷ നല്ലതാണ്. കേട്ടല്ലോ, മൂളിച്ച കേൾക്കുന്നുണ്ടോ? കേട്ടോ, ഭയങ്കരമായിട്ട് മൂളിച്ചുണ്ടാകുന്നുണ്ട്. അത് മൂളത്തെ അവിടെ കിടന്ന് നമുക്കൊരു പെൻഡ്രൈവ് കുത്തി നോക്കാം. പെൻഡ്രൈവ് കുത്തി അടിച്ചു. ഇത് 2 ചാനൽ ഔട്ടുണ്ടല്ലോ, അത് നമുക്ക് പാടുമെന്ന് നോക്കാം. ബ്ലൂടൂത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. നമുക്ക് തുറന്നു നോക്കാം. ആ മൂളിച്ച പൊട്ടലൊക്കെ മാറുമെന്ന് നോക്കാം. നമുക്കിപ്പം ഈ മോഡലിന് മിക്കവാറും എല്ലാം വരുന്നത് 2032, 2030 ഐ സികളാണ്. 2050 മിക്കവാറും ഐ സി പോയായിരിക്കും. ഒരു സ്കൂട്ടർ എറിഞ്ഞെടുത്തു, അഴിച്ചോ സ്കൂട്ടർ അഴിച്ചു. വരുന്നുണ്ടോ? കുഴപ്പമില്ല, വരുന്നുണ്ട്. മതിയോ? ഇനി വേറെ വെള്ളം ഒഴിക്കണം. ഈ ഒരു സ്പൂൺ ഇത് ഇനി ഇത് പിടിച്ചിങ്ങനെ പതുക്കെ പൊക്കിയാൽ മതി. ആ വയറെ പിടിച്ച് പൊക്കിയാലും മതി. അല്ലെങ്കിൽ വയറ് മാറേണ്ടി വരും. പൊക്കിക്കോ, പൊക്കുമെന്ന് നോക്കി. ഒരിളക്കവും ഇല്ല. ഒരു സ്പൂൺ എടുക്കാം. അതല്ലേ അപ്പോൾ ഒരു സ്കൂട്ടർ ഇറങ്ങിയിട്ട് അത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ഫ്ലാറ്റ് സ്കൂട്ടർ അത് വെച്ച് പോരിയല്ല. ഒരു ഫ്ലാറ്റ് സ്കൂട്ടർ എനിക്കിതാ. നീ എന്നിട്ട് കറക്ക. ഇത് ഞാൻ പിടിക്കാം. ചെറുത് മതി. നീ സ്കൂട്ടർ വെച്ച് തിരിച്ചോ. ഇപ്പോൾ മിഷൻ തന്നെ വെച്ച് തിരിച്ചു വന്നേ. ഇങ്ങനെ കൊടുക്കുക. തിരിച്ചോ. നേരെ ഉണ്ടാ പോരുന്നത്. ഇങ്ങനെയാണ് എടുക്കുന്നത്. ഏത് സ്പൂണും പോരും. പിന്നെ ഇതിങ്ങനെ പതുക്കെ ആട്ടി എടുത്താൽ മതി. പോരുന്നില്ലെങ്കിൽ ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അകം. ഇംപെക്സ് നല്ല ഒരു ഈ ട്രാൻസ്ഫോമർ മൊത്തം ചൈന സെറ്റ്. ഇതേ ടൈപ്പ് ട്രാൻസ്ഫോമർ, ഇതേ ടൈപ്പ് ഊഫർ കണ്ടോ, നേരെ തിരിച്ചാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഹോളിന് ഇങ്ങനെ റിട്ടേണാണ് പിടിപ്പിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം ഇനി എന്നാ ചെയ്യാൻ പറ്റും. അതെല്ലാം പൊടിയാ കഴിച്ചൊറിയുന്നു. ഇത് ഡ്രൈ ഉണ്ട്. ഡ്രൈ ആണെന്ന് തോന്നുന്നു. ഇത് മുളിച്ച് വന്നുകൊണ്ടിരുന്നത് ഐ സി പോയിട്ടില്ലാന്ന് തോന്നുന്നു. കേട്ടില്ല.
ഡ്രൈ ചെയ്യാൻ ഐസി മാറാതെ ഡ്രൈ ചെയ്യാൻ പോവുക. ലെഡ് ഫ്ലെക്സ് ഒക്കെ തന്നെ നമ്മളെപ്പോഴും ഒരു ബോർഡിൽ ഉപയോഗിക്കുമ്പോൾ സോൾഡറിങ് ചെയ്യാൻ വോൾട്ടേജ് കൺട്രോൾഡ് സോൾഡറിങ് ചെയ്യാൻ ഉപയോഗിക്കാറുള്ളൂ. കഴിവതും മാക്സിമം 25 വാട്ട്സ്. അതിന് മേളിലുള്ള ഒരു സാധനവും ഈ PCBയെ തൊടാൻ പറ്റിയില്ല. ആര് പറഞ്ഞാലും ആരൊക്കെയോ പറയുന്നത് ഞാൻ കണ്ടു. വളരെ മണ്ടത്തരമാണ്. 25 വാട്ട്സ് തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഇതുപോലെ ഇതുകൊണ്ട് കൺട്രോൾ ചെയ്ത് ഹീറ്റ് കൺട്രോൾ ചെയ്ത് വേണം ഉപയോഗിക്കാൻ. ഇത് നമ്മൾ കുറച്ച് വെച്ചിട്ട് ഹീറ്റ് കൺട്രോൾ ചെയ്ത് വേണം ഉപയോഗിക്കാൻ. 35 വാട്ട്സ് ആയതൊന്നും ഇലക്ട്രോണിക് സർവീസിന് പറ്റിയ സാധനമല്ല. അങ്ങനെ ആര് പറഞ്ഞാലും അവർ ഒരു ഇലക്ട്രോണിക് സർവീസുകാരായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. ഇലക്ട്രോണിക്സ് കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള കോമ്പണൻസ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ ഇതാണ് ഞാൻ കണ്ടിട്ട് ഏറ്റവും ഡ്രൈ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു IC. ഈ ICയിൽ ഈ ലെഡ് വെച്ച്, അതായത് ഷീൽഡ് വെച്ച് തന്നെ എടുക്കണം. അത് ഈ പമ്പെന്നൊക്കെ പറഞ്ഞാൽ പുതിയൊരു സംവിധാനം, അതൊക്കെ വെച്ച് കുത്തുമ്പോൾ ഈ PCBയെ കംപ്ലീറ്റ് നമുക്ക് പാട് വീഴും. ലെഡ് നമ്മൾ പഴയ ലെഡ് എടുത്ത് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം പുതിയത് സോൾഡർ ചെയ്യാൻ കേട്ടോ. അല്ല പഴയ ലെഡ് അവിടെ ഇരുത്തിക്കൊണ്ട് സോൾഡർ ചെയ്യാൻ പാടില്ല. പഴയ ലെഡ് ഷീൽഡ് വെച്ച് തന്നെ എടുത്ത് കളയണം. പമ്പ് വെച്ചെടുത്ത് അവിടെ പാട് വീഴും. സർക്യൂട്ടിന് ബ്രേക്കൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒന്നും അറിയത്തില്ലാത്ത സ്ഥിതിക്ക് ആദ്യമൊക്കെ ചെയ്യുന്നവർ പമ്പ് വെച്ച് ചെയ്യാറുണ്ട്. ഞങ്ങളൊന്നും പമ്പ് വെച്ച് ചെയ്യാറേ ഇല്ല, പമ്പൊന്നും ഉപയോഗിക്കാറേ ഇല്ല. സോൾഡറിങ് ആൻഡ് വിത്ത് പമ്പ് ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഞാൻ എടുക്കാറില്ല. നമുക്ക് ഷീൽഡ് മതി. അത് നമുക്ക് ഒരു പാട് പോലും ഉണ്ടാകാതെ നമുക്കത് ഷീൽഡ് വെച്ച് ചെയ്യാൻ പറ്റും. പമ്പ് വെച്ച് ചെയ്യുമ്പോൾ പാട് വരും. പിന്നെ ഒരു 15 വാട്ട്സിൽ കൂടുതൽ ആയേണ്ട ആവശ്യമില്ല. 35 വാട്ട്സ് ഒന്നും ആയാൽ ഒരു കാരണവശാലും ഇലക്ട്രോണിക്സുകാരെ മേടിക്കാക്കരുത്. ഞങ്ങൾ ഇന്നുവരെ മേടിച്ചിട്ട് പോലും. അതൊക്കെ വല്ല ബാറ്ററി ഉണ്ടാക്കുന്നവർക്കൊക്കെ ഉള്ള സാധനമാണേ. അതാര് പറഞ്ഞാലും അതവരുടെ വിവരക്കേടും ബോധമില്ലായ്മയും അറിവില്ലായ്മയും കൊണ്ട് പറയുന്നതാണ്. നമ്മളതൊന്നും കേൾക്കാൻ നിൽക്കില്ല. ഒത്തിരി പേര് മിസ് ഗൈഡൻസ് ഇലക്ട്രോണിക്സിൽ തരുന്നുണ്ട്, തെറ്റായിട്ടുള്ള ഗൈഡൻസ് തരുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കേൾക്കാൻ നിൽക്കരുത്. കാരണം അവർക്കൊന്നും യാതൊരു എക്സ്പീരിയൻസും ഇല്ല. എക്സ്പീരിയൻസ് എന്ന് പറയുന്നതും ബോധം എന്ന് പറയുന്നതൊക്കെ വലിയൊരു സംഭവമാണ്. എക്സ്പീരിയൻസ് ഇല്ലാതെ ചുമ്മാ എന്നേലും ബുക്കേ നോക്കി വായിച്ചിട്ടോ അല്ല ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ അല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും 35 വർഷത്തെ സർവീസ് ഫീൽഡിൽ നിന്നും, അതായത് ഈ ഏരിയയിൽ ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒറ്റ മനുഷ്യർ ഇപ്പോഴും സർവീസ് ഫീൽഡിൽ എല്ലാവരും നിർത്തിയിട്ട് പോയി അല്ലെങ്കിൽ മരിച്ചുപോയി, അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് അത്രയും പാരമ്പര്യമായിട്ട് എനിക്ക് അതുപോലെ സെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് കൃത്യമായ കാര്യമായിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ, ഏട്ടിലെ പശു പുല്ല് തിന്നുകയെന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്നെ പഠിപ്പിക്കാൻ വന്ന ഒരു ടീച്ചറല്ല ഒരു സാറ് ഒരു പൊട്ടത്തരം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇത് ശരിയല്ല, ഇതെന്നാ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, സാറ് പറയുന്നത് തെറ്റാണ്, ഇങ്ങനെ വരത്തില്ല, പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരികയില്ല. അപ്പോൾ സാറ് പറഞ്ഞു ബുക്കിൽ അങ്ങനെയാണ് എഴുതി വെച്ചത്. ഞാൻ പറഞ്ഞു ബുക്കിൽ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ അത് ശരിയാണെങ്കിൽ ഞാൻ ഈ ചെയ്തത് ഇതുവരെ ഞാൻ പഠിച്ച ഇലക്ട്രോണിക്സും വെറുതെ ആകുകയാണ്, ഞാൻ പണി നിർത്തുവാണ്, ഞാൻ പണി നിർത്തിപ്പോവാണ്, പഠിത്തം നിർത്തിപ്പോവാണ്. ഇനി ഞാൻ വല്ല പറമ്പിൽ പണിക്കും പോവാം, റബ്ബർ വെട്ടാൻ പോവാം. എനിക്ക് അപ്പം വല്യപ്പന്മാർ കണ്ടുവച്ച റബ്ബർ തോട്ടമുണ്ട്, ഞാൻ അവിടെ പോയി റബ്ബർ വെട്ടിക്കോളാം, എനിക്ക് ഇത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, എന്നാൽ പിന്നെ സോണി പറയുന്നതാണ് ശരിയെങ്കിൽ ഈ ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ ഈ ക്ലാസ്സിൽ ഇനി പഠിപ്പിക്കാൻ വരികയില്ല, എന്നേക്കാളും അറിയാവുന്ന സ്റ്റുഡൻ്റ് ഉള്ള ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കാൻ വരികയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു വെല്ലുവിളിയായി. അവസാനം അവിടെ മാമൻ സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. പുള്ളി മരിച്ചുപോയി. പുള്ളി പക്ഷേ ഭയങ്കര കഴിവുള്ള ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയിരുന്നു. പുള്ളിയുടെ അടുത്ത് ചെന്ന് ഞങ്ങൾ ഈ 2 കാര്യങ്ങളും പറഞ്ഞു. സാറിന് സത്യമല്ലേ ശരിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സാറ് പറഞ്ഞു സോണി പറഞ്ഞതാണ് സത്യം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സാറ് പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വന്നില്ല. പിന്നെ ഒരു ടീച്ചറാണ് വന്നത്. ടീച്ചർ പാവം എപ്പോഴും എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, കറക്റ്റല്ലേ, കണ്ടിന്യൂ ചെയ്തോട്ടെ എന്ന് എന്നോട് എപ്പോഴും ചോദിക്കുമായിരുന്നു. കാരണം ആ ടീച്ചറിന് പേടിയായിരുന്നു ഞാൻ ഇനി കയറി ഇടയ്ക്ക് വെക്കുമെന്ന്. അപ്പോൾ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ജന്മനാ കിട്ടുന്ന ഒരു കഴിവാണ്. അത് മനസ്സിലാക്കാനുള്ള ഇതുണ്ട്. ഒരു സെറ്റ്, അതായത് ഞാൻ 1800 വീഡിയോ സോണി ന്യൂ ടിപ്സ് മലയാളം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പഴയ ചാനലിൽ ഇട്ടിട്ടുണ്ട്. 1800 വീഡിയോ. ഈ 1800 വീഡിയോയും സർവീസ് വീഡിയോ ആണ്.
അത്രയും സർവീസ് വീഡിയോ ഞാൻ ചെയ്ത ഒരു 4 വർഷം കൊണ്ട് ചെയ്തതാണ്. ആ 4 വർഷം കൊണ്ട് ചെയ്ത ആ സർവീസ് വീഡിയോ യിൽ റിപ്പീറ്റ് കംപ്ലൈൻറ്റ്, അതായത് ഒരു കംപ്ലൈൻറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് 3-4 കാണുള്ളൂ. ബാക്കിയെല്ലാം വ്യത്യസ്തമായ കംപ്ലൈൻറ്റുകളാണ്. എന്ന് വെച്ചാൽ ഓരോന്നിനും ഓരോ കംപ്ലൈൻറ്റും വ്യത്യാസമുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. മര്യാദയ്ക്ക് ഐ സിക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇനി പൊട്ടലും ചീറ്റിലൊന്നും കിടക്കാതെ സംഗതി ആകേണ്ടതാണ്. പിന്നെ ഇവനെ നമുക്ക് ട്രൈയല്ല, ഐ സികളിപ്പോൾ കറക്റ്റാണ്. പിന്നെ പൊട്ടൽ വരുന്നത് ഐ സിക്കകത്ത് തന്നെ ആണോ എന്നുള്ളതാണ്. ഇനി ഐ സി മാറിയിട്ട് നോക്കേണ്ടി വരും. പക്ഷേ ഇവിടെ ഒത്തിരി ട്രൈകളുണ്ട്. വേറെ ഒരു കുഞ്ഞ് ഐ സി ഉണ്ട്. ആ ഐ സി ആണോ ട്രൈ ചെയ്യുന്നത് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ആ ഐ സിയും കൂടെ ഞാനൊന്ന് ട്രൈ അടിക്കാൻ പോവുകയാണ്. പിന്നെ ഒത്തിരി ബോർഡുകളുണ്ട്. ഐ സി ആണെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ കൊട്ടിയാൽ നിൽക്കാറില്ല. കണ്ടിന്യൂസ് ആയിട്ട് അത് ഇതിലും ഭീകരമായ രീതിയിലുള്ളൊരു നോയ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതത്ര ഭീകരമല്ല. അപ്പോൾ നമ്മളൊരു കംപ്ലൈൻറ്റ് ഫൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരിച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരു കംപ്ലൈൻറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാം അത് തന്നെയാണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. ഇപ്പോൾ എന്നാ ഞാൻ ഈ ഐ സിയും കൂടെ ഒന്ന് ഡ്രൈ അടിക്കുകയാണ്. ഇത്രേ ഉള്ളൂ. നല്ലപോലെ ഫ്ലെക്സ് പറ്റി ഒന്ന് ഓടിച്ച് വിട്ടാൽ മതി. SMD ഒക്കെ ഇത് വൈറ്റ് ഫ്ലെക്സ് ആണ്. ആ മഞ്ഞ ഫ്ലെക്സ് ഒരിക്കലും ഉപയോഗിക്കില്ല. അത് ഭയങ്കര കരി വരും. ഇതിൻ്റെ ഇരട്ടി പുകയാണ്. ആ ഫ്ലെക്സ് ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിച്ചിരി വില കൂടുതലാണ്. വലിയ ടിന്നായിട്ടേ വരത്തുള്ളൂ. പക്ഷേ ഞാൻ ആ ഫ്ലെക്സിൻ്റെ ടിന്ന് ഞാൻ കാണിക്കാം. ഈ ഫ്ലെക്സേ ഉപയോഗിക്കാവുള്ളൂ. നല്ല സൂപ്പർ ഫ്ലെക്സാണ്. അത്രയും പുകയില്ല, കരിഞ്ഞ പുകയില്ല. ഞാൻ കാണിക്കാം. ആ ഫ്ലെക്സിനെടുത്ത്, ആ ടിന്നിനെടുത്ത്, ആ ഫ്ലെക്സിൻ്റെ ടിന്നിനെടുത്ത്. ഇതാണ് കിങ്ജിബോ ഫ്ലെക്സി ടൈപ്പ് RMA 218 ലോ. ഇത് വോളിയം 100 ഗ്രാം. പിന്നെ കിങ് കെമിക്കൽ മെറ്റീരിയൽ കമ്പനി ലിമിറ്റഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അറിയാമല്ലോ, ചൈന തന്നെ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ അകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറന്നു കഴിയുമ്പം ആദ്യം ഇതാണ്. അതിനകത്ത് ഇതുണ്ടോ, ഒരു വെള്ള ഫ്ലെക്സാണ്. ഇതുകൊണ്ടോ ഒരു ഗ്രീസ് പോലെ ഇരിക്കും. അടച്ചു വെക്കണം. ഇതാണ് സംഭവം. ഈ ഫ്ലെക്സ് മേടിച്ച് ഉപയോഗിക്കുക. ഇത് മേടിക്കുമ്പോൾ ഒരു ഇച്ചിരി ഇതാണ് ഏറ്റവും ചെറിയ ടിന്നും തോന്നുന്നു. ഇച്ചിരി ബുദ്ധിമുട്ട് വന്നാൽ ആ 10 രൂപയ്ക്ക് കിട്ടുന്ന മഞ്ഞ കളർ സാധനം ഒരിക്കലും ഉപയോഗിച്ചേക്കല്ല. അതൊന്നിനും കൊള്ളാത്തൊരു സാധനമാണ്. ഇതൊക്കെ വരുന്നതിന് മുമ്പൊക്കെ അത് ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എന്നാ ചെയ്യാനാ, അതുകൊണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നമ്മൾ ഐ സി എടുത്തു, ഐ സിയും സോൾഡർ ചെയ്തു. ഇനിയിപ്പോൾ വേറെ ഒന്നും വരാനില്ല. ഇനി ക്ലീൻ ചെയ്യാനുണ്ട് ഇത് കേട്ടോ. ക്ലീൻ ചെയ്യണേ, എല്ലാം ചെയ്യണം. ഞാനത് ഫിനിഷ് ആകാത്തതുകൊണ്ടാണ് ക്ലീൻ ചെയ്യാത്തത്. എന്നാണേലും മൂളിച്ചമ്പകളൊന്നും ഉണ്ടായില്ല. ഓക്കെ ആയെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഈ ഐ സി ആയിരിക്കും. ഈ ഐ സി ആണ് അപ്പം മൂളിച്ച ഉണ്ടാക്കിയവനെന്ന് തോന്നുന്നു. ഓക്കെ, രണ്ട് സ്ലീവ്, ഏറ്റവും മുഴുത്ത സ്ലീവും കുറച്ച് എടുക്കണം. ഒരു കുറഞ്ഞ 2 സ്ലീവ് കൂടെ എടുക്കണം. നമുക്ക് ഈ വയറൊന്ന് സ്ലീവ് അടിക്കാനാണ്. തിന്നറും ഫ്ലെക്സും ഇത് മേടിച്ചൊന്ന് ക്ലീനും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തു. തിന്നർ വെച്ച് ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. തിന്നർ എന്ന് പറഞ്ഞാൽ ഈ സ്പ്രേ പെയിൻറ്റിന് ഉപയോഗിക്കുന്ന തിന്നറല്ലേ, നല്ല
അത് കൂടിയ ഒരു 200 രൂപ വില ലിറ്ററിന് വരുന്ന തിന്നർ മേടിച്ച് വേണം ഉപയോഗിക്കാം. അത് വെച്ചാണ് ഇപ്പോൾ ക്ലീൻ ചെയ്തത്. ഷെർലാക്കിൻ്റെ തിന്നർ. പിന്നെ ഐസോപ്പപ്പിൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് വെച്ചും ക്ലീൻ ചെയ്യാം. ഐസോപ്പപ്പിളും ഞാൻ കാണിക്കാം. ഇതാണ് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. ഇത് വെച്ചും ക്ലീൻ ചെയ്യാം. ജനറൽ പർപ്പസ് ക്ലീനറാണ്, ഇലക്ട്രോണിക്സ് ക്ലീനിങ് ആയിട്ട് ഉപയോഗിക്കാം, എല്ലാം ചെയ്യും. പക്ഷേ ഇതിലൊക്കെ ബെറ്റർ എൻ്റെ അനുഭവത്തിൽ തിന്നർ തന്നെയാണ്. സൂപ്പറാണ് തിന്നർ. അപ്പോൾ നമുക്കിതൊന്ന് കയറ്റി വെക്കാം. മുളിച്ച വരുമെന്ന് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യേണ്ട കാര്യമുണ്ട്. എന്ത് സാധനവും നമ്മൾ ചെക്ക് ചെയ്യണേ. ഞാനിപ്പോൾ അത് തന്നെ ആയിരിക്കും എന്ന് കണക്കൂട്ടി. ഞാനിപ്പോൾ ഐ സി മാറിയാലും റെഡി ആകാത്ത സാധനം ഞാൻ പിന്നെ ഐ സി മാറിയിട്ട് കാര്യമില്ല. ഐ സി ഇങ്ങനെയല്ല, ഇച്ചിരി ശക്തമായ മുളിച്ച് വരും. സെറ്റ് റെഡിയായി. മുളിച്ച മകളൊക്കെ തീർന്നു. അപ്പോഴേ നമ്മളൊരു നല്ല മെക്കാനിക് ആകുക എന്ന് പറയുന്ന എക്സ്പീരിയൻസിലൂടെ മാത്രമാണ്. ഇപ്പം നമ്മൾ ഒരു പ്രാവശ്യം ഒരു കംപ്ലൈൻറ്റിൽ ഒരു സാധനമാണെന്ന് വിചാരിച്ചാൽ അത് തന്നെ ആയിരിക്കണമെന്നില്ല. അപ്പം നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ്, നമ്മുടെ മൂക്ക്, നമ്മുടെ നാവ്, നമ്മുടെ സ്പർശനം, പഞ്ചേന്ദ്രിയങ്ങളും വെച്ച് നമ്മൾ ഒബ്സർവ് ചെയ്യണം. മുമ്പേ കേട്ടപ്പോഴുള്ള സൗണ്ട് ഇതാണ്, ശബ്ദം. ഇതിൻ്റെ ശബ്ദത്തിന് എന്നാണ് മാറ്റം. ആ ഒരു ഒബ്സർവ് ഉള്ളവന് മൾട്ടിമീറ്റർ പോലും വേണ്ട. സോൾഡറിങ് ഇല്ലാതെ നമ്മൾ സോൾവ് ചെയ്യാൻ പറ്റില്ല. മൾട്ടിമീറ്റർ പോലും ആവശ്യമില്ല, CRO ആവശ്യമില്ല, ഓസിലോസ്കോപ്പ് ആവശ്യമില്ല, വേറെ ഒരു സ്കാനിങ്ങും ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതിൻ്റെ ഐസി മുഴുവൻ മാറിയിട്ടാൽ ഈ സാധനം വർക്ക് ചെയ്യില്ല. ഇതിനെന്നാ കംപ്ലൈൻറ്റ്? ആ കുഞ്ഞ് ഐസി ഡ്രൈയാണ്, വലിയ ഐസി ഡ്രൈയാണ്, മൊത്തം ഡ്രൈ മാത്രമേ ഉള്ളൂ. ഒരു കോമ്പണൻസ് പോലും ഇതിനകത്ത് മാറേണ്ട ആവശ്യമില്ല. ഒരു സാധനവും പോയിട്ടില്ല. വർഷങ്ങളുള്ള വർക്ക് കൊണ്ട് ചൂടും തണുപ്പും ആവും. ഐസികൾ ചൂടാകുന്ന ഐസി ചൂടും തണുപ്പാവും. ചൂടാകാത്ത ഐസി വരെ ഡ്രൈ ആവും. ലെഡ് അങ്ങനെ ഡ്രൈ ആവും. അങ്ങനെ ഡ്രൈ ആയ ഒരു സാധനം നമ്മൾ ആ പഴയ ലെഡ് എടുത്ത് കളഞ്ഞിട്ട് പുതിയ ലെഡ് ഇടണം. പുതിയ ലെഡ് ഇട്ട് കഴിയുമ്പോൾ സെറ്റ് റെഡിയാവും. ഇപ്പോൾ ഇത് റെഡിയായത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അത്രയും നിസ്സാരമായ കാര്യമുള്ളൂ. ഇനിയിപ്പം ഇതിൻ്റെ കസ്റ്റമർ ഉണ്ടാക്കി വെച്ച പണിയൊക്കെ അതിൽ കൂടുതൽ സമയം എടുക്കും. ഇത് കണ്ടോ, വയറൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കും. ഇനി അത് സ്ലീവ് എല്ലാം ഇട്ട് വൃത്തിയാക്കി എടുക്കണേൽ ഈ സെറ്റ് നന്നാക്കിയാൽ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കുറേ മിഷനറികളുണ്ടെന്നോർത്തോ ഒന്നും ആകില്ല. നമ്മൾ ഓരോ കംപ്ലൈൻറ്റും നമ്മൾ കാക്ക ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ കണ്ടില്ല. പരിസരമൊക്കെ ശ്രദ്ധിക്കും, കഴുകൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ. കഴുകൻ എത്ര ഉയർത്തി പറഞ്ഞാലും കഴുകൻ താഴെയുള്ള കുഞ്ഞ് എന്നാ പറയുന്നത്, കോഴിക്കുഞ്ഞിനെ പിടിച്ചോണ്ട് പോകും. അതാണ് അവൻ്റെ ഒബ്സർവേഷൻ പവർ എന്ന് പറയുന്നത്. കഴുകൻ്റെ കണ്ണ് വേണം നമുക്ക്. കഴുകൻ്റെ കണ്ണും കാക്കയുടെ കൂർമ്മ ബുദ്ധിയും ഉള്ളവനെ മെക്കാനിക്കായി മാറത്തുള്ളൂ. അല്ലാത്തവർ. ഇതിന് സ്ക്രൂ കുറവുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? അപ്പോൾ ഒരു കാര്യം ചെയ്യും. അപ്പോൾ അതുവരെ അഴിച്ച് പണിതാ, താരം അഴിച്ച് പണിതാ. ഐസിയൊക്കെ മാറി നോക്കിയതാണ്. അതിനാണ് 2 സ്ക്രൂ കൂടെ നമുക്ക് ഇവിടെ ഇടാം. നമ്മൾ സ്ക്രൂ കുറച്ച് ഇടാൻ പറ്റില്ല. 1, 2, 3 സ്ക്രൂവിൻ്റെ കുറവുണ്ട്. അതുപോലത്തെ 3 സ്ക്രൂ. ഇത് കുഴപ്പമില്ലല്ലോ, ഇതുപോലെ ഇത് മതി. ഞാൻ സ്ക്രൂ കുറച്ച് ഒരിക്കലും ഇടാറില്ല. ചില ആൾക്കാർ അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ക്രൂ കാണുകയല്ല. പകുതി സ്ക്രൂ അവരങ്ങ് വിഴുങ്ങും. ആ പരിപാടി പാടില്ല. സ്ക്രൂ ഒരെണ്ണം പോലും കുറവ് വരാൻ പാടില്ല ഒരു സെറ്റിന്. ഏതെങ്കിലും സ്ക്രൂ അടിച്ചാൽ പോലെ അതുകൂട്ട് തന്നെ സ്ക്രൂ എടുത്ത് ഇതുണ്ട്. സെയിം തന്നെ ഏകദേശം സ്ക്രൂ എനിക്ക് കിട്ടി. അത് വെച്ച് ഞാനത് ചെയ്യുകയാണ്. ഈ സ്ക്രൂ ഒക്കെ അഴിച്ച് ട്രാൻസ്ഫോമറിന്റെ സ്ക്രൂ ഒക്കെ നീ അഴിച്ചാണ്? അല്ലല്ലോ, നേരത്തെ ഏതോമാരെ അഴിച്ചതല്ലേ? അതെ, ഞാനതൊന്നും അഴിച്ചിട്ടില്ല. ട്രാൻസ്ഫോമറിന്റെ സ്ക്രൂ വരെ അഴിച്ച് വിട്ടിരിക്കുക. അപ്പോൾ ഏതാ അഴിക്കണമെന്ന് അറിയത്തില്ല, അത് അഴിക്കുന്നതായിരിക്കും. സാധാ സ്കൂട്ടർ എന്നാ മെഷീനെ മുറിക്കാലും നമുക്ക് ടൈറ്റ് കറക്റ്റാണോ എന്ന് അറിയണമെങ്കിൽ നമ്മുടെ സാധാരണ സ്ക്രൂ ഡ്രൈവർ തന്നെ നമ്മൾ യൂസ് ചെയ്യണം.
എങ്കിൽ മാത്രമേ നമുക്ക് ടൈറ്റ് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം ഊഫർ ആയതുകൊണ്ട് അതിൻ്റെ ഇതുണ്ടാവും. 1-2 പിരിയും കൂടെ എന്നാണേലും സാധാ സ്ക്രൂ ഡ്രൈവർ വെച്ച് പിരിച്ചാൽ വരും. കാരണം അത്രയും മറ്റേ ടൈറ്റ് ആവത്തുള്ളൂ. മോട്ടർ വേറെ കൈ വേറെ, നല്ല ആരോഗ്യമുള്ള നല്ല മസിലുള്ള കൈ വെച്ച് മുറുക്കുന്ന പോലെ വല്ലതും ഈ പേട്ട് മോട്ടർ മുറുക്കുക. ഇത് കണ്ടോ, എല്ലാത്തിനും ഓരോ പിരി കുറവുണ്ട്. അല്ല ഇത് 2, 3, 4 പിരി കുറവുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്നുകൂടെ കുത്തി നോക്കാം, എന്നിട്ട് വയർ ചെയ്ത് സാധനം ക്ലോസ് ചെയ്യാം. ഒരനക്കം പോലും ഇല്ല, ഒരു കുഞ്ഞനക്കം. ഇതിൻ്റെ ഒരു കാല് ഇല്ലാത്തതായിരിക്കും അല്ലേ? ഒരു കാല് വികലാംഗനാണ്, ഒരു ബുഷില്ല. അല്ല 3 ബുഷില്ല. 3 ബുഷില്ല, ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. ആ ഒരു ബുഷും കൂടെ എടുത്ത് കളഞ്ഞാൽ അവൻ വൃത്തിയായിട്ട് നിലത്തിരുന്നോളൂ. എന്നിട്ട് അവന് വേറൊരു സാധനം ഞാൻ കൊടുക്കാം. 3 ബുഷുമൊക്കെ ഇത് കളഞ്ഞ് വേറൊരു അടിപൊളി സാധനം ഞാൻ അവനവിടെ വെക്കാം. ആ കട്ടിയുള്ള സാധനം ഇല്ലല്ലേ? നമ്മൾ ആ മറ്റേ ഈ കാലിന് ബുഷൊക്കെ മേടിച്ചതിന് സ്ക്രൂ പോലും ഇല്ല. ഞാൻ 3Mൻ്റെ ഒരു 4 ചെറിയ പീസ് സ്റ്റിക്കർ അങ്ങോട്ടിരിക്കുക. എന്തിനാണെന്നറിയാം, ഇതുകൊണ്ട് ഏതെങ്കിലും സെറ്റിൻ്റെ കൊണ്ടായാലും എവിടെയെങ്കിലുമാണ് കൊണ്ടുപോയി വെക്കുന്നതെങ്കിൽ അതിന് പോറലും കുഴപ്പവും വരാതിരിക്കാനാണല്ലോ ഇവർ ബുഷ് വെച്ചിരിക്കുന്നത്. അപ്പം ചില വിലയുള്ള സ്റ്റിക്കറാണ് കേട്ടോ ഇതൊക്കെ. കയറി ഒട്ടിക്കാന്ന് പറഞ്ഞാൽ എന്നാലും ഞാനങ്ങ് ഒട്ടിക്കുക. ഇപ്പോൾ 3Mൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചു. എൻ്റെ ഒരു സൈഡേ പൊളിക്കാവുള്ളൂ, മറ്റേ സൈഡ് പൊളിക്കരുതേ. പൊളിച്ച് കഴിഞ്ഞാൽ അത് വെക്കുന്നിടത്ത് ഒട്ടും കയറി കേട്ടോ. കണ്ടോ, സ്റ്റിക്കറായി, കാലായി. ഇനി നമുക്ക് പെൻഡ്രൈവ് കുത്തുക. അതല്ലോ റെഡിയാണ്. ഇത് കണ്ടോ, ട്രാൻസ്ഫോമർ പകുതി സ്ക്രൂ അടിച്ചു വെച്ചിരിക്കുകയാണ്. മൊത്തം അഴിക്കണം, ഇത് മുറുക്കണമല്ലോ. സ്റ്റേഷൻ ടൈപ്പ് മറ്റേ ഇതാ ഇത് ചെയ്യാൻ, ഷീൽഡ് ചെയ്യാനേ. ഷീൽഡല്ല, വലിയത് വേണോ? വലിയത് 2 നീളം കൂടി ഇതിന് ഇടാൻ പറ്റുന്ന ഏറ്റവും വലുത് ഒരെണ്ണം. ഞങ്ങൾക്കൊരു ഫ്രണ്ടുണ്ട് തായ്ലൻഡിലെ. അമേരിക്കയ്ക്ക് പോവാ ഇന്നലെ കണ്ട സ്ഥലത്ത്. അരുണിമ പോയിരിക്കുന്ന സ്ഥലത്തല്ലേ എൻ്റെ അമ്മ. അതിലുമ്പോ ചത്താ പോരെ, അവിടെയൊക്കെ ജീവിക്കുന്നവർ. അമേരിക്കയാണ് പോലും, അമേരിക്ക. ഈ അമേരിക്കയിൽ ഇത്രയും ദരിദ്രമാണെന്നുള്ളത് നമ്മൾ കാണുന്ന ഈ ന്യൂയോർക്കും ഇതും മാത്രമേ ഉള്ളൂ. ചില കഞ്ഞി കുടിക്കാൻ പോയുള്ളതെന്ന് നമുക്ക് മനസ്സിലായില്ല. എൻ്റെ പൊന്നെ, എന്തൊരവസ്ഥയത്! ഇങ്ങനെയൊക്കെ മനുഷ്യന് ജീവിക്കാൻ പറ്റും. ഞാനീ പറയുന്നത് എന്നാന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ അരുണിമയുടെ ബ്ലോഗ് കണ്ടാൽ, അരുണിമ ബാക്ക് പേപ്പർ അരുണിമ, ഇതിങ്ങോട്ട് വന്ന് പിടിച്ചു തരിക, എന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല നോക്കട്ടെ ഞാൻ ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, പറ്റും, ഞാൻ ചെയ്തോളാം. ഇവിടെ വന്ന് വീഡിയോ എടുത്തു. ഇത് നമ്മളെ ഒരെണ്ണം കയറ്റി ഇറക്കുകയേ എപ്പോഴും ചെയ്യാവുള്ളൂ. അപ്പോൾ ഒരു ഷോട്ടിങ് വരാൻ നമുക്കൊരു എലിക്കുഞ്ഞ് വന്ന് കട്ട് ചെയ്താലും ഇവിടെ ഇൻസുലേഷൻ വിട്ടുപോയാലും നേരെ പിടിക്കണത്. ഇത് നീല എലിക്കുഞ്ഞ് വന്ന് കട്ട് ചെയ്താലും ഇൻസുലേഷൻ പോയാലും ഈ തമ്മിൽ ഷോർട്ടാകല, വീട്ടിലൊരു പൊട്ടിത്തെറി ഉണ്ടാകല. ഉണ്ടല്ലോ നിങ്ങൾ എന്താ
ഇതിൻ്റെ ഇത് AC ആയതുകൊണ്ട് ഒരു കണക്ഷൻ ഇവിടെയാണ് നിൽക്കുന്നത്, ഒരു കണക്ഷൻ ഇവിടെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ കയറ്റി ഇറക്കി വേണം എപ്പോഴും നമ്മൾ സ്ലീവ് ചെയ്യാൻ. ഓക്കെ, ഇനിയിപ്പം നമ്മുടെ ബ്ലോറും ഉണ്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ സ്ലീവ് ഇട്ട് അടിക്കാൻ പോവാണ്. ഇത് രണ്ട് ലെവലിലാണ് ചെയ്യുന്നത്. അത് ഇത് കണ്ടല്ലോ, ബ്ലോവർ ഇട്ട് ഉപയോഗിക്കുകയാണ്. ഞാൻ ബ്ലോവർ എടുക്കാൻ പറഞ്ഞിട്ട് ഇതെല്ലാം ഞാൻ അതിൻ്റെല്ലാം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ക്യാമറ ഓഫായി പോയി. ഇനി ഒരു വലിയ സ്റ്റാൻഡ് വല്ലതും മേടിച്ച് കെട്ടിത്തൂക്കി വല്ലതും ഇടണമെന്ന് തോന്നുന്നു. ഇരിക്കുന്ന ആൾ തന്നെ എടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഇതാണ് ഞാൻ ഒരു കറുത്ത കവർ തന്നെ എടുത്താനാന്ന് വെച്ചാൽ ഇതങ്ങോട്ട് മുറുക്കി കഴിയുമ്പോൾ ആ വയറവിടെ മുറിഞ്ഞ കാര്യം പോലും ആരും അറിയാല. കണ്ടാ, ഇങ്ങനെ കയറ്റി ഇങ്ങനെ വെക്കണം. ഒരു ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. ഇച്ചിരി ഇത് കൃത്യമാണ്. ഇച്ചിരി കൂടെ നീട്ടമുണ്ടേലും ഇല്ല, കുഴപ്പമില്ല. അവിടെ ഉണ്ട്, ആവശ്യത്തിനുണ്ട്. ഇപ്പം നമ്മളത് കയറ്റി ഉണ്ടോ, അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നതായിട്ട് ആരെങ്കിലും അറിയുമോ? ഇത് മുറിഞ്ഞിട്ടുണ്ടെന്നോ, നമ്മൾ അകത്തൂടെ ചുവന്ന സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നോ ഒന്നും ആരും അറിയാന. അധികം ചൂടാക്കാതിരിക്കുകയാണെങ്കിൽ ഇത് ഈ വയറ് തന്നെ എന്തോ ഒരു ചുളിച്ചിൽ, ഒരു ചെറിയ ചുളുക്കം വന്നെന്നുള്ളതല്ലാതെ ഒറ്റ നോട്ടത്തിൽ ആർക്കൊന്നും പിടിക്കുക ഡീസൻ്റ് ആയിട്ടുണ്ട്. നമ്മളപ്പോൾ കാല് പിടിപ്പിച്ചു, വയറ് കൊടുത്തു, കംപ്ലൈൻറ്റ് തീർത്തു. ഇനി ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്തിട്ട് ഇവനെ നമുക്ക് ഡെലിവറിക്കായി മാറ്റാം. എന്നാ ബഹളമായിരുന്നു, ഒച്ചപ്പാടായിരുന്നു. പക്ഷേ IC പോയതാണെന്ന് ഓർത്ത് മാറിയിരുന്നാലോ. അതാണ്, ചാടിക്കയറി ഒന്നും ചെയ്യരുത്. എല്ലാം ഒബ്സർവ് ചെയ്യണം, സൂക്ഷ്മതയോടെ ഒബ്സർവ് ചെയ്യണം, കഴുകനെ പോലെ ഒബ്സർവ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ പെൻഡ്രൈവ് നിർത്തിയാൽ ഞാൻ ബ്ലൂടൂത്ത് ഒന്ന് നോക്കട്ടെ. ബ്ലൂടൂത്തായി ഇല്ലേ? ബ്ലൂടൂത്തിൻ്റെ റിമോട്ട് ഇല്ല എൻ്റെ കയ്യിൽ. ഇത് ലാഭയുടെ 3 കട്ടേ ഉള്ളൂ. ഇത് സ്റ്റാൻഡ് ബൈ എവിടെയാ? ബ്ലൂടൂത്തിൻ്റെ ഇപ്പം കിട്ടി. റേഡിയോ ഇതാ ബ്ലൂടൂത്ത്. ഓക്കെ 3 കട്ട വെച്ചുള്ള കളിയാ. റേഡിയോ ട്യൂണിങ്ങിൽ പോവാ. ഓഹോ റേഡിയോ ട്യൂണിങ്ങിൽ പോകുന്ന. ഇനി അടുത്ത എവിടെയാണോ? കിട്ടിയായിരുന്നല്ലോ റേഡിയോ. റേഡിയോ കിട്ടുന്നുണ്ട്. റേഡിയോ അടിപൊളി. റേഡിയോക്ക് ആൻറ്റിന ഉണ്ടോ? ആൻറ്റിന ഇതല്ലേ FM ആൻറ്റിന ഉണ്ട്. ഒരു വയർ ഇവിടെ കുത്തിയാൽ മതി. കുത്തിക്കഴിഞ്ഞാൽ FM കിട്ടും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലേക്ക് LDF സ്ഥാനാർത്ഥി എൻ സ്വരാജ് UDF സ്ഥാനാർത്ഥി ആര്യാദി ഷൗക്കത്തും വരാനിടയ്ക്ക് മുമ്പാകെ നാമനിർദ്ദേശം ഈ സ്ഥാനാർത്ഥികളുടെ ഉപചരണം മണ്ഡലത്തിൽ പുരോഗമിക്കുകയാണ്. അടുത്ത മാസം 19-നാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പ്. 23-നാണ് വോട്ടെടുപ്പ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ ബിജെപി ചേരാനോ നടത്തിയതിനാണ് ഉപതെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. അപ്പോൾ സെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് നാളെയും മറ്റന്നാളും 2-3 ദിവസം ചെക്ക് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെന്ന് നമ്മൾ ബോധ്യപ്പെട്ടിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.